Hey guys, welcome back. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പരിപാടി എത്രയും ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ്ടിൽ സൈഡൊക്കെ ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ സൈഡൊക്കെ നമ്മൾ ഫുള്ള് ഡെൻ്റ് ഉണ്ടായിരുന്നൊക്കെ എടുത്ത് ഏകദേശം ലെവലാക്കിയിട്ടുണ്ട്. ആക്ച്വലി ഈ കാണുന്ന ഈ ഒരു പോർഷൻ കണ്ടോ, ഈ പോർഷനിൽ സാധാരണ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോക്ക് വീഴും. അപ്പോൾ രണ്ടാമത്തെ ലോക്ക് വീഴാത്തതുകൊണ്ട് എല്ലാവരും ഇത് ഇവിടെ പിടിച്ച് ഇങ്ങനെ ഞെക്കി അടയ്ക്കും. ഇങ്ങനെ നെക്കി അടയ്ക്കില്ല. ആ നെക്കി അടക്കണമെങ്കിൽ പോണാണ് ഇവിടെ. ഈ വണ്ടിയുടെ കണ്ടോ, ഈ വണ്ടിയുടെയും കറക്റ്റ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കണേ ഇവിടെ ഡെൻ്റാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് നെക്കി അടയ്ക്കും. ഇങ്ങനെയാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ ഏകദേശം ഈ സൈഡ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴത്തേനും അവിടെ കംപ്രസർ ഓൺ ആവും കേട്ടോ. വേണ്ടില്ലേ, പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വോയിസിന് ക്ലാരിറ്റി ഭയങ്കര കുറവാണെന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക്ഷോപ്പിൽ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എത്രയൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഈ ശബ്ദം, അതായത് നമ്മുടെ കംപ്രസർ ഓൺ ആകുന്നതിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിക്കുന്നതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഈ സൈഡ് ഉണ്ടല്ലേ, ഇവിടെ പാച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്തു. ഈ സൈഡൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് തന്നെ സൈഡ് എന്ന് പറയുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ വാട്ടർ ചാനൽ. വേറെ വാട്ടർ ചാനൽ ഇല്ല ഈ വണ്ടിക്ക്. അതായത് നമ്മുടെ സാധാരണ വണ്ടികൾക്കൊക്കെ ഇതിൽ കൂടെയൊക്കെ ഒരു ചാനൽ വരും, വാട്ടർ ചാനൽ എന്ന് പറഞ്ഞിട്ട്. ഇതിനതില്ല. ഇതാണ് ഇതിൻ്റെ മെയിൻ വാട്ടർ ചാനൽ. വെള്ളം ഇവിടെ വീഴുന്നു പോകുന്നു, ഇവിടെ വീഴുന്നത് ഇതിൽ കൂടെ തന്നെ താഴ്ത്തു പോകണം. ഇവിടെ ഒരു ബീഡിങ്ങും കൂടി വരും, അതിനകത്താണ് വെള്ളം പിടിച്ച് വെക്കണേ, അകത്തോട്ട് വരാണ്ട്. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ അകത്ത് ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ രണ്ട് സൈഡും തുറന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഇതിൽ കൂടെയും വെള്ളം അകത്ത് ലീക്കാവും. നമ്മുടെ എൻജിൻ ബേയുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടോ, ഫുള്ള് പൊടിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ മൊത്തം ഈ വയറിങ്ങുകൾ കംപ്ലീറ്റ് അഴിച്ചൊരു സൈഡിട്ട് മാറ്റാനുള്ളതാണ്. എന്താ വെച്ചാൽ ഇവിടെ പെയിൻ്റ് അടിക്കാനായിട്ട് നമ്മൾ റീവയർ ചെയ്യുന്നില്ല. വണ്ടിയിലുള്ളത് കംപ്ലീറ്റ് സ്റ്റോക്ക് വയറാണ്. അതായത് കമ്പനി വരുമ്പോൾ ഉള്ള വയർ അങ്ങനെ ലൂപ്പ് ചെയ്തിട്ടോ കട്ട് ചെയ്ത് മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വയറിങ് ഒന്നും ചെയ്യുന്നില്ല. ഇതേപോലെ തന്നെ അഴിച്ചെടുത്തിട്ട് എവിടെയെങ്കിലും ഭദ്രമായിട്ട് പാക്ക് ചെയ്ത് വെക്കുന്നു. പാക്ക് ചെയ്ത് വെച്ചേക്കണ വയർ പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം എടുത്ത് തിരിച്ച് അതേപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതൊന്നും നമ്മൾ പുറത്ത് വർക്കിന് കൊടുക്കണില്ല. പുറത്ത് വർക്കിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ എളുപ്പപ്പണിക്കായിട്ട് വേണ്ടി കട്ട് ചെയ്യും. കാരണം കുറച്ച് തലവേദന പിടിച്ച പണിയാണ് ഇതൊക്കെ. അപ്പോൾ അത് നമ്മൾ തന്നെ ഇരുന്ന് ചെയ്യാൻ പോവുക. കംപ്ലീറ്റ് നമ്മൾ തന്നെ ചെയ്യണം. അതായത് ഡാഷ്ബോർഡ് സെറ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിലേക്ക് ഡാഷ്ബോർഡ് സെറ്റ് ചെയ്യുന്നത് പെർഫെക്റ്റ് അല്ലെങ്കിൽ ജീവിതകാലം ഈ വണ്ടി എത്ര കാലം ജീവിക്കുന്നുണ്ടോ അത്രയും കാലം വണ്ടി ഓടുമ്പോൾ ഡാഷ്ബോർഡിൽ നിന്ന് നോയ്സ് കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ വയറും പോണതിൻ്റെ ട്രാക്ക് നോക്കി അത്രയും സെറ്റായിട്ട് വേണം നല്ല രീതിയിൽ ഇൻസുലേറ്റ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ ആ വയർ കിടന്ന് തട്ടുന്നതോ ഡാഷ്ബോർഡിൻ്റെ നെട്ടും ബോൾട്ടും ലൂസായിട്ട് കിടക്കുന്നതോ അങ്ങനെയുള്ള, അതായത് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി തലവേന കേട്ടോ. കംപ്ലീറ്റ് ക്ലാമ്പുകളാണ്. അതുപോലെ തന്നെ ഈ ഡാഷ്ബോർഡ് ഫിക്സ് ചെയ്തേക്കുന്നതിൻ്റെ ബോൾട്ട് ഓൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്താണ് അല്ലേ, ഇതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ബോൾട്ടിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ. അതായത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ. അത് കുറച്ച് തലവേദനയാണ്. സെറ്റായിട്ട് തന്നെ വേണം, അടിപൊളിയായിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ അഴിച്ചേക്കുന്ന ഓരോ സോക്കറ്റുകളും ഇന്നതിൻ്റെ ആണ് എന്നുള്ളതും അതേപോലെ നമ്മൾ നമ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിരിച്ച് ഫിക്സ് ചെയ്യാൻ നേരത്ത് മനസ്സിലാവും. കാരണം എല്ലാത്തിലും നമ്മൾ ഇപ്പോൾ ബാക്കിലത്തെ ഇതുണ്ട്, ഇത് ഫ്രണ്ടിൽ നിന്ന് വരുന്നതാണ്. ആക്ച്വലി ആ സൈഡ് പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചെടുത്താൽ. അപ്പോൾ നമ്മൾ അതിനകത്ത് എന്തിനാണ് ടെയിൽ ലാമ്പിൻ്റെ വയറാണെന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് അവിടെ നിന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്തേക്കണം വയറോട്ടോ, ഇങ്ങോട്ട് എടുക്കാനുള്ളൊരു കണക്ഷനൊക്കെയാണത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് സ്വന്തമായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് അത്രയും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം എന്താ വെച്ചാൽ എവിടെയെങ്കിലും ഇൻസുലേഷൻ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കി വേറെ വയറുമായിട്ട് ടച്ച് ആവാത്ത രീതിയിൽ പക്കയായിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ തീ പിടിക്കാനുള്ള സാധ്യത. നമ്മളിതെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാതും ഫാക്ടറി വന്ന വയറുകളാണ്. എവിടെയെങ്കിലും എലി കടിച്ചിട്ടുണ്ടോ മുറിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നല്ല രീതിയിൽ നോക്കിയതിന് ശേഷം സെറ്റ് ചെയ്യണം. പ്ലാറ്റ്ഫോമിൽ ചെറിയ പാച്ച് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു കോർണറിൽ ഇതുണ്ടോ, ഈ ഒരു കോർണറിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പാച്ച് കയറി തുടങ്ങിയിരുന്നു. അപ്പോൾ അതും കൂടെ ചെയ്തു. കാരണം എന്താ വെച്ചാൽ നമ്മളിനിയിപ്പോൾ ഇതിനകത്ത് മാറ്റും കാര്യങ്ങളൊക്കെ ഇട്ടാൽ അങ്ങോട്ട് അധികം ശ്രദ്ധ പോകാൻ ചാൻസ് കുറവായിരിക്കും. വല്ല മഴയത്ത് വെള്ളം ഇറങ്ങിയാലൊക്കെ അങ്ങോട്ട് ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ചെയ്തു. സിയറയുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ബ്ലീഡ് ചെയ്തിട്ട് ഇതൊരു ബ്രേക്ക് ആയിട്ടില്ല വണ്ടിക്ക്. പിന്നെ മാത്രമല്ല
പിന്നെ മാത്രമല്ല ഇതിൻ്റെ എയർ സ്ക്രൂ പൊട്ടിപ്പോയിരിക്കുക കണ്ടോ, എയർ സ്ക്രൂ ഇല്ല, ഒടിഞ്ഞിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എയർ ബ്ലീഡ് ചെയ്യാൻ പറ്റണല്ല. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കാനുണ്ട്. ബാക്കി റേഡിയേറ്ററൊക്കെ ഫിക്സ് ചെയ്തു, അലൂമിനിയം റേഡിയേറ്ററൊക്കെയാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഹോസുകളൊക്കെ മാറ്റി, നമ്മുടെ ബൾബ് ഹോസൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. ഇനിയിപ്പോൾ ഇതിനകത്ത് ടർബോൻ്റെ ഇൻ്റർകൂളർ ഫിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ആക്ച്വലി അതിന് എവിടെയാണ് അത് പ്ലേസ് ചെയ്യണമെന്ന് നമുക്കറിയില്ല കേട്ടോ. നോൺ ടർബോ എഞ്ചിനാണ്, ഇതിൽ ടർബോ ആഡ് ചെയ്തേക്കണേ. ബാക്ക് പമ്പർ നമ്മളിത് അയച്ചു വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ബാക്ക് പമ്പറിനകത്താണെങ്കിലും റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഇതാണില്ലേ ഒക്കെ സെറ്റായിട്ട് തന്നെ ഇരിക്കണം. ഇത് ഇവിടത്തേക്ക് ഡെൻ്റൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഡെൻ്റൊക്കെ കംപ്ലീറ്റ് ഫുൾ ചെയ്തെടുത്തു. ഇവിടെ ഒരു ലൈനും കാര്യങ്ങളൊക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ട്. നാളെ വർക്ക് ഉണ്ടാവില്ലല്ലോ? നാളെ വർക്ക് ചിലപ്പോൾ നിൽക്കണമെന്ന് വെച്ചിട്ടില്ല, കുറച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിളിക്കണേ. അപ്പോൾ നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ, അപ്പോൾ നമ്മൾ വണ്ടിയുടെ സാധനങ്ങളൊക്കെ ഇവിടെ അടുത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ. വയറിംഗ് കിറ്റൊക്കെ കംപ്ലീറ്റ് നമ്മൾ അഴിച്ച് എടുത്തിട്ടു. റൂഫിൽ നിന്നൊക്കെ റൂഫിൽ ഇവിടെ ഉണ്ടായിരുന്ന വർക്കൊക്കെ നമ്മൾ ചെയ്തു. ആക്ച്വലി ക്യാരിയർ വെച്ചതാണ് വണ്ടിക്ക്. ക്യാരിയർ വെച്ചപ്പോൾ ക്യാരിയർ ഇരിക്കുന്നില്ലായിരുന്നു. നമ്മൾ വണ്ടിയിൽ ലോഡ് വെച്ച് നമ്മൾ ഒരു ട്രിപ്പ് പോയായിരുന്നു. അപ്പോൾ ആ ട്രിപ്പിനിടയ്ക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ലോഡൊക്കെ വെച്ച് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ ഈ ക്യാരിയർ ഇങ്ങനെ ഊരിപ്പോരുക. അന്നേരം ഇവിടെ 2 റിബിറ്റ് അടിച്ച് ഫിക്സ് ചെയ്തതാണ്. ആക്ച്വലി അത് വലിയൊരു മണ്ടത്തരമായിപ്പോയി. എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അന്നത് അങ്ങനെ ചെയ്തതാണ്. ഇപ്പോൾ ഹിഞ്ചസൊക്കെ നമ്മളന്ന് കൊണ്ടുപോയി ചെയ്ത ഹിഞ്ചസൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മളിലെ എല്ലാ ഹിഞ്ചും ഒക്കെ സെറ്റ് ചെയ്തു. ഇത് മാർക്ക് ചെയ്ത ഇവിടെയായിട്ട് മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേ മാർക്കിങ്ങിൽ തന്നെ തിരിച്ച് ഫിക്സ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ കയറ്റി പിടിപ്പിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല. കുഴപ്പമില്ല. അങ്ങോട്ടോ ഇവിടെ ഉണ്ടല്ലേ ചെറിയ ഇതില്ലേ നമ്പർ അഴിച്ചു കഴിഞ്ഞാലുള്ളൊരു ലുക്ക് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ ഹൗസിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. ബാക്കിൽ നമ്മുടെ കോയിൽ സ്പ്രിങ്, സ്റ്റെപ്പിനിയുടെ ഇങ്ങനെയൊരു സാധനം ഉണ്ടായിരുന്നു. ഇത് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഒരു റിവേഴ്സ് ടൂണാണെന്ന് തോന്നുന്നു. ഭയങ്കര ടൈറ്റ് ആയിരുന്നു കേട്ടോ. ഒരു അഴിച്ചാൽ ഒടിഞ്ഞു പോകുന്നുള്ളതുകൊണ്ട് ഞാൻ അഴിക്കാണ്ട് വെച്ചതാണ്. ഇവിടെ ഉണ്ടാകുന്ന ഫൈബർ പാർട്ട് ഇത്തിരി ലൂസായി കഴിയുമ്പോൾ ഊരി വരുന്ന ടൈപ്പാണ്. ഇവിടെ ഒരു ഫൈബറിൻ്റെ ഒരു പീസ് വരും. അതിങ്ങനെ ഈ ബോൾട്ട് ഒരു ശകലം ലൂസായി ഊരി വരും. അപ്പോൾ ചെറിയതായിട്ട് ലൂസാക്കിയിട്ട് നമ്മളെന്ത് ചെയ്തു, ആ സാധനം അഴിച്ചെടുത്തു. ഇത് മൊത്തത്തിൽ എടുത്തില്ല, എടുത്താൽ പൊട്ടിയാൽ ഇരട്ടിപ്പണിയാണ്. അത്യാവശ്യം നമ്മുടെ സിയറയുടെ ബ്രേക്കിൻ്റെ കാലിപ്പേഴ്സൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നുണ്ടോ കാലിപ്പേഴ്സ് അഴിച്ചു. കാലിപ്പേഴ്സ് അഴിച്ചിട്ട് അതിൻ്റെ പിന്നെ അതായത് എയർ സ്ക്രൂ ലെയ്ത്തിൽ കൊടുത്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോയതാണ്. ഇതാണ് ഇതിൻ്റെ ബ്രേക്ക് ലൈനർ തന്നെ കേട്ടോ. അത്യാവശ്യം വലിയൊരു ലൈനർ തന്നെയാണ്. ടി വി എസിൻ്റെയാണ് സാധാരണ എല്ലാവരും യൂസ് ആക്കാറിനകത്ത്. നമ്മുടെയും ടി വി എസിൻ്റെ തന്നെയാണ് എടുക്കണേ. ഏകദേശം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. അപ്പോൾ അടുത്ത ദിവസം മുതൽ വണ്ടി പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. പെയിൻറ്റിങ്ങിലേക്കുള്ള ഫൈനൽ സ്റ്റേജിലേക്ക് എത്താൻ പോകട്ടോ. സൺറൈസിയുടെ ലൈനും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് പോകും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു AC കാണിച്ചു തരട്ടെ. നമ്മൾ ഇതിനകത്ത് സൺറൈസ് ഫിക്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സിയറയുടെ കസ്റ്റമർ നമ്മൾ സെലക്ട് ചെയ്ത അതേ സെയിം സാധനം പുള്ളി സെലക്ട് ചെയ്തു. കണ്ടോ, സാൻഡൻ എന്ന് പറയുന്ന കമ്പനീൻ്റെ AC ആണ് ആൾ വാങ്ങിച്ചേക്കണത്. പുതിയ സാധനം ബ്രാൻഡ് ന്യൂ വാങ്ങിച്ചു ഈ വണ്ടിയിലേക്ക് ഫിക്സ് ചെയ്യാനായിട്ട്. ഇതിന് ഏകദേശം 18,000 രൂപയോളം വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു യൂണിറ്റിന് ആൾ പറഞ്ഞ് 18,000 രൂപയോളം ആ സാധനത്തിന് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ അത് ആ വണ്ടിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്.
അപ്പോൾ മിക്കവാറും നമ്മുടെ വണ്ടിയായിരിക്കും ആദ്യം ഇത് ഫിക്സ് ചെയ്യാനായിട്ട് പോകണേ. അതിലിനിയും കുറച്ച് വർക്കും കൂടെ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം ബ്രേക്കിൻ്റെ വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ 2 വണ്ടി ഒരുമിച്ച് തന്നെ ആയിരിക്കും കൊണ്ടുപോയി AC-യുടെ സംഭവത്തിന് വിടണേ. അപ്പോൾ നമ്മളെന്താ ഉദ്ദേശിച്ചേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്കൂടെ കൊണ്ടുവന്നിട്ട് ബാക്കിലായിട്ട് നമ്മൾ ഇവിടെയാണ് ഫിക്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്, പുറകിൽ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഹെഡ് റൂം കുറവാണ് പൊതുവെ ഈ വണ്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈവർ സീറ്റിൻ്റെ ഫ്രണ്ടിൽ, അതായത് നമ്മുടെ ബി പില്ലറയിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നമ്മുടെ തലയിലടിക്കും, അല്ലെങ്കിൽ പുറകിൽ നിന്ന് ഇറങ്ങുന്നവർക്കും കയറുന്നവർക്കും അത് വലിയൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. കാരണം നല്ലോണം താഴോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിലോട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ആക്ച്വലി നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. തീരെ തണുപ്പ് കുറവെന്നൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ ഈ വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വർക്കിംഗ് കണ്ടീഷനുള്ള കംപ്രസർ, പിന്നെ അതുപോലെ തന്നെ ഫാനിന് കറക്റ്റായിട്ട് നല്ല പവറുള്ള ഫാന്, നമ്മുടെ AC-യുടെ ഫാന് നല്ല പവറുള്ള തന്നെ വേണം. പിന്നെ അത് മാത്രമല്ല, ഇതിന് കൂടുതലായിട്ട് തന്നെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പൈപ്പ് ലീക്കാണ്. പൈപ്പ് ലീക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പർ എയർ വെൻറ്റിൽ കൂടെ കാറ്റ് വരില്ല. അതുകൊണ്ട് തന്നെ വണ്ടി തണുക്കില്ല. അതാണ് ഈ വണ്ടിയുടെ മെയിൻ ഇഷ്യൂ. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ഇതിൻ്റെ ഡാഷ്ബോർഡ് അഴിച്ച് അതിൻ്റെ ഉള്ളിലുള്ള പൈപ്പുകൾ എല്ലാത്തിനും ലീക്ക് ഉണ്ടോ നോക്കുക. ലീക്ക് ഉള്ളതാണെങ്കിൽ അത് അതിൻ്റെ ക്ലിയർ ചെയ്തിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം സെക്കൻഡ് റോ വരെ തണുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ AC-യിലാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നല്ല വെയിലത്തിട്ട് കഴിഞ്ഞാൽ വണ്ടി ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഓടിയാലാണ് നന്നായിട്ട് തണുക്കുള്ളൂ. അതുവരെ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ ചൂട് അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു സെൻട്രൽ AC എന്ന് പറയുന്നൊരു ആശയത്തിലേക്ക് വന്നത്. പിന്നെ അത് ഇത്ര ഏരിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻട്രൽ AC ഉള്ളത് തന്നെയാണ് നല്ലത്. എന്നാലാണ് നമുക്ക് ആ ഒരു പെട്ടെന്ന് തണുത്ത് ആ ഒരു ഫീലും കാര്യങ്ങളും മീൻസ് പെട്ടെന്ന് തണുക്കുള്ളൂ. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഇഷ്ടംപോലെ പേര് കമൻറ്റ് ചെയ്തായിരുന്നു ഒരു വർക്കും ചെയ്യുന്നത്. ചിലർ അലോയ് വീൽസ് ഒക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ അലോയ് വീൽ ഇടണ്ട, നമ്മൾ സ്റ്റോക്ക് വീൽ തന്നെ ഇടണം. കാരണം നമ്മുടെ അടുത്ത് 4 വീൽ കപ്പ് ഉണ്ട്, ഇതിൻ്റെ ഒറിജിനൽ വീൽ കപ്പ്. അപ്പോൾ അതുകൊണ്ട് ഇനി അലോയ് വീൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ സ്റ്റോക്ക് വീലിലോട്ട് തന്നെ എടുത്തിരുന്നു. കാരണം എനിക്ക് ഓടിക്കാനുള്ള കംഫർട്ട് കൂടുതലൊക്കെ ഇതിൻ്റെ സ്റ്റോക്ക് വീലിൽ. ആവശ്യമാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ.